പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് വലിയ സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വന്നുപോയ വീഴ്ചകള്, കുറവുകള്, കർത്താവേ, നഷ്ടങ്ങള്, വൻ കൃപകള് എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാനും ജീവിക്കേണ്ട പോലെ ജീവിക്കാനും അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് ഇടയാക്കണമേ. പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളോടെ പ്രാർത്ഥനകളോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടല് അങ്ങയുടെ മക്കളുടെ ജീവിതത്തില്, കുടുംബത്തില്, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു പ്രാർത്ഥനയിലും പരിശ്രമത്തിലുമാണല്ലോ നമ്മളൊക്കെ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തണം, ക്രമപ്പെടുത്തണം. നമുക്ക് പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് തൂങ്കുഴി പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണയും വലിയ സ്നേഹവും ആത്മാവിന്റെ മേൽ ചൊരിയപ്പെടാനും കർത്താവിന് സമാധാനവും സന്തോഷവും പിതാവിന്റെ ആത്മാവിൽ നിറയപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യത, ബലിയുടെ യോഗ്യത, അനന്ത കാരുണ്യം പിതാവിന്റെ ആത്മാവിനെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മുടെ കുടുംബങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള കാരണം എന്താണ്? ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങള്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ മക്കള് ഒന്നിലും നശിക്കാനോ തകരാനോ പാടില്ല. അത് കുടുംബജീവിതത്തിലാണേലും പൗരോഹിത്യത്തിലാണേലും ബിസിനസ്സിലാണേലും ജോലിയിലാണേലും സാമ്പത്തിക മേഖല, പഠനം, ഒരു മേഖലയിലും നമ്മൾ നശിക്കാനോ തകരാനോ പാടില്ല. കാരണം നമ്മുടെ ജീവിതം അതാണ്. എന്നാൽ നശിക്കാനുള്ള കാരണം വിശുദ്ധ ബൈബിളില് പ്രഭാഷണ പുസ്തകത്തില് 27-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തില് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വചനമുണ്ട്. അത് ശ്രദ്ധിക്കാം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. അതിവേഗം ഒരു കുടുംബം, ഒരു ഭവനം നശിക്കാനുള്ള കാരണം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം, ദൈവം നമ്മെ പഠിപ്പിക്കുക. എന്താണ്? ദൈവഭക്തിയിൽ ദൃഢത വേണം, തീഷ്ണത വേണം. അതില്ലാത്ത കുടുംബം, വ്യക്തി, പൗരോഹിത്യം, സന്യാസ ജീവിതം, കുടുംബജീവിതം, ജോലി, ബിസിനസ്, എന്തും ഏതും അതിവേഗം നശിക്കും. നമ്മളിന്ന് പരിശോധിച്ചേ, നമ്മുടെ കുടുംബത്തിന് ദൈവഭക്തിയിൽ ഒരു ദൃഢതയുണ്ടോ? ഉറപ്പ്. എന്തു വന്നാലും ദൈവത്തോടുള്ള ബന്ധം, ദൈവ ഒന്നാം സ്ഥാനം, ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവത്തിന് പ്രാധാന്യം, ദൈവികമായ കാര്യങ്ങൾക്ക്, ദേവാലയത്തിന്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, ദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം. അത് ഉറപ്പാണ്. എന്തു വന്നാലും റോമ 8:35 പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും ഞങ്ങളെ വേർപ്പെടുത്തും? ക്ലേശമോ ദുഃഖമോ ദുരിതമോ ആപത്തോ പട്ടിണിയോ വാളോ ഒന്നിനും. എന്ത് ഉറപ്പുന്നെങ്കിൽ ആ ഒരു ദൃഢത. നമ്മുടെ പല മക്കൾക്കും കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസം, പ്രാർത്ഥനയൊക്കെ കിട്ടാതെ പോയാൽ നമ്മുടെ ബന്ധം മുലഞ്ഞു, ബന്ധം വിട്ടു. എന്തു വന്നാലും ദാവീദ് പറഞ്ഞില്ലേ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കർത്താവിന്റെ കൂടെയുണ്ട്. അപ്പൊ ആ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട, അതാണ് ഈശോ പറഞ്ഞ, തൈത്തടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കള്, കുടുംബങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അവിടെ ഈശോ പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വചനം ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഈ ദൈവഭക്തിയിൽ നമുക്ക് എന്ത് വേണം മക്കളെ? നല്ല ദൃഢത, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ഉറപ്പ്.
വചനമാണ് തീഷ്ണത. ചതഞ്ഞല്ല, പള്ളി പോകാൻ തീഷ്ണത, കുടുംബ പ്രാർത്ഥനയ്ക്ക് തീഷ്ണത, കൂദാശകളോട് തീഷ്ണത, ദൈവികമായ കാര്യങ്ങളോട് തീഷ്ണത, വചനം വായിക്കാൻ തീഷ്ണത, ജപമാല ചൊല്ലാൻ തീഷ്ണത, പ്രാർത്ഥനയോട് ഭയങ്കര തീഷ്ണത. ഈ രണ്ട് കാര്യം ഇല്ലാതെ പോയാൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവമാണ് എന്ത്? അതിവേഗം നശിക്കും. ഇതിന് മറുവശമുണ്ട്. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഉള്ള അവന്റെ കുടുംബം, ഭവനം അതിവേഗം അനുഗ്രഹിക്കപ്പെടും. അത് നമ്മള് സ്വന്തമാക്കണം. ദൈവഭക്തിയിൽ നല്ല ദൃഢത, തീഷ്ണത ഉണ്ടോ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള് അതിവേഗത്തിൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവഭക്തിയിൽ നല്ല ദൃഢത വേണം. അതിൽ ദൈവത്തിന്റെ ആ ഒരു ദൈവികമായ കാര്യങ്ങൾക്ക് തീഷ്ണത. ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ഇവൻ വൈദികർക്കും സന്യാസർക്ക് വരെ ദൈവികമായ കാര്യങ്ങളൊക്കെ ഒരു മന്ദിപ്പ. കഴിഞ്ഞ ദിവസം ഒരു ശമാശം പറയായിരുന്നു, ഈ സിനിമ കാണുന്ന ശമാശന്മാര് അവര് ലോക്കൽ സിനിമയൊക്കെ കിടുമ്പോ എല്ലാ പ്രദേശവും വരും. അങ്ങനെ 1-2 പേര് കൂടിയിട്ട് പറഞ്ഞു നമുക്കൊരു വിശുദ്ധരുടെ ഒക്കെ തിരുനാളൊക്കെ അല്ലെങ്കിൽ വിശുദ്ധരുടെ ഒക്കെ സിനിമകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരു ഫാത്തിമ മാതാവിന്റെ മൂവി 3 പേരായിട്ട് വന്നെന്ന് പറയണം. അപ്പൊ ദൈവികമായ പടങ്ങള്, സിനിമകള്, കാര്യങ്ങള്, പ്രാർത്ഥന, അതിനൊക്കെ ഒരു തീഷ്ണതയില്ല. ലോകത്തിന്റെ സിനിമയാണല്ലോ എല്ലാവരും വന്നിരിക്കും. ഇന്ന് ലോകത്തിന്റെ കാര്യത്തോട് ഭയങ്കര തീഷ്ണത, അതിനോട് ഭയങ്കര ബന്ധം. അത് അച്ഛന്മാരുടെയിലും സന്യാസിമാരുടെയിലും കന്യാസിമാരുടെയിലും നമ്മുടെ കുടുംബങ്ങളിലും യുവമക്കളിലും എല്ലാവരിലും കേറിപ്പറ്റി. എന്തുപറ്റി? ഈ ജീവിതം, ഈ ദൈവഭക്തിയില് ദൃഢതയും തീഷ്ണതയും ഇല്ലാതെ പോയതിന്റെ പേരില് എല്ലാം അതിവേഗം നശിച്ചു പോകുന്ന ഒരു ഗതികൾ സഭയിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും. ഇനി അത് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്നു. ബിസിനസിനെ, ജോലിയെ, പഠനത്തെ നശിപ്പിച്ചു. അതുകൊണ്ട് മക്കളെ പരിശോധിക്കുക. നമ്മുടെ ജീവിതം ഇനി ആരെ നോക്കണ്ട. ഞാൻ പറഞ്ഞു, നീ അച്ഛന്മാരെ നോക്കണ്ട, കന്യാസിമാരെ നോക്കണ്ട, പിതാക്കന്മാരെ നോക്കണ്ട, ഒരു മനുഷ്യരെ നോക്കണ്ട. അവനവന്റെ ജീവിതം, അവനവന്റെ കുടുംബം, നമ്മുടെ മക്കള് ദൈവഭക്തിയില് നല്ല ദൃഢത, പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, അതും തീഷ്ണതയോടെ അത് ചെയ്യുന്നുണ്ടോ, അതിവേഗം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. കർത്താവേ, ദൈവഭക്തിയിൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും നല്ല ദൃഢത നൽകണമേ. അതോടൊപ്പം തന്നെ വലിയ തീഷ്ണത നൽകണമേ. അതുപോലെ അതിലൂടെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ, നശിച്ചു പോകാതിരിക്കട്ടെ. അതിവേഗം, ആ വാക്ക് മറക്കരുത്, അതിവേഗം നശിക്കും. എത്ര കോടീശ്വരനാണേലും, എത്ര വലിയ ഉന്നത സ്ഥാനീയനായ വൈദികനാണേലും, സിസ്റ്ററാണേലും, ഏത് വലിയ യുവാവാണേലും, പഠനക്കാരനാണേലും, ജോലിക്കാരനാണേലും, ദൈവഭക്തിയില് ദൃഢതയില്ലേ, തീഷ്ണതയില്ലേ, അതിവേഗം നശിക്കും. കർത്താവിന്റെ വചന മക്കളെ, അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവഭക്തിയിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാക്കുക, ദൃഢതയുണ്ടാക്കുക, തീഷ്ണത. മദ്യപന ദൈവികമായ കാര്യങ്ങളോട് ഭയങ്കര തീഷ്ണത അതുണ്ടോ, അതിവേഗം അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാധന നമുക്ക് ഒരു നിമിഷം അല്പസമയം പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ. അങ്ങയുടെ സംരക്ഷണമാണ് ഞങ്ങൾക്കുള്ള ഏക സംരക്ഷണം. അങ്ങയുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി. കർത്താവെ, അങ്ങയുടെ ബന്ധമാണ് ഞങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. തൈത്തണ്ടിനോട് ശാഖയുന്ന പോലെ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിന്നാലാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഈ വലിയ തിരിച്ചറിവോടെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തില് ഒത്തിരി നാശങ്ങള്, തകർച്ചകള്, ദുരന്തങ്ങള് കടന്നു വരാനുള്ള കാരണം അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ കർത്താവെ? ദൈവഭക്തിയില് ദൃഢതയും തീഷ്ണതയും ഇല്ലാതെ പോയതിന്റെ പേരില് അതിവേഗം നശിച്ചു പോയ ഞങ്ങളുടെ അവസ്ഥകള്,
ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ജീവിത പങ്കാളി, സഭ, പൗരോഹിത്യം, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങള് എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന വലിയൊരു അനുഗ്രഹം, അങ്ങയോടുള്ള ഭക്തിയില്, ബന്ധത്തില് വലിയ ഉറപ്പ്, ദൃഢത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. മാത്രമല്ല കർത്താവേ, ദൈവികമായ കാര്യങ്ങളോട് തീഷ്ണതയുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണം, ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണം, ഞങ്ങളുടെ മക്കളെ അങ്ങ് മാറ്റണം, വൈദികരെ മാറ്റണം, സന്യസ്തരെ മാറ്റണം, സഭാപിതാക്കന്മാരെ മാറ്റണം, ഞങ്ങളുടെ യുവ മക്കളെ മാറ്റണം, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ മാറ്റണം. കർത്താവേ, ദൈവഭക്തിയില് ദൃഢതയും തീഷ്ണതയുമുള്ള മക്കളാക്കി ഞങ്ങളെ അതിവേഗം അനുഗ്രഹിക്കപ്പെടുന്ന അഭിഷേകത്തിലേക്ക്, വളർച്ചയിലേക്ക് ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളെ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മക്കള്, ഓരോ മേഖലകള്, നശിച്ചു പോയ ചില മേഖലകള്, ചില മക്കള്, അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നാശങ്ങളും എടുത്തു മാറ്റുന്ന അങ്ങയുടെ ശക്തി, അങ്ങയുടെ ആഴമായ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 ദിനവൃത്താന്തം 27:6 യോഥാം എന്ന രാജാവ് കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ ഭക്തിയിൽ ഉറപ്പിച്ച് തീഷ്ണതയോടെ ജീവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അങ്ങനെ കർത്താവെ, എല്ലാ മക്കളും പ്രാബല്യം നേടട്ടെ, ശക്തി പ്രാപിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ യുവമക്കളും കൊച്ചുമക്കളൊക്കെ, ജീവിത പങ്കാളിയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ദൈവഭക്തിയില് നല്ല ദൃഢത, അല്പമൊന്നുമല്ല, ഉറച്ച ദൃഢത, തീഷ്ണത ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതിവേഗം അനുഗ്രഹിക്കപ്പെടും. പഠനത്തില്, ജോലിയില്, ജീവിതത്തില്, പൗരോഹിത്യത്തിൽ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ഒരു ദൃഢതയും തീഷ്ണതയും അതിശക്തമായി ലഭിക്കാൻ ഈശോയെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേറൊന്നിനും വേണ്ടിയല്ല കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ ആഴപ്പെടട്ടെ, ഞങ്ങളുടെ ബന്ധം ദൃഢമാകട്ടെ. അങ്ങയിലുള്ള ബന്ധത്തിൽ, ഞങ്ങൾ ബന്ധത്തിലും പ്രാർത്ഥനയിലും തീഷ്ണതയുള്ള മക്കളായിട്ട് ഞങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ മക്കൾ മാറട്ടെ. സമർപ്പിക്കുന്നു കർത്താവേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങൾ പ്രത്യേകമാവിധം ചൊരിഞ്ഞ് ദൈവഭക്തിയില് ദൃഢതയുള്ള മക്കളായി മാറി തീഷ്ണതയിൽ ചൊലിച്ചിരിക്കുന്ന മക്കളായിട്ട് തീരുവാൻ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒന്ന് അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിച്ച മക്കളെ ദൈവഭക്തിയില് ദൃഢത, തീഷ്ണത നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 19, 20, 21 നമ്മുടെ ഇവിടുത്തെ വാരാന്ത്യ ധ്യാനമാണ്. ശക്തികര വിടുത ധ്യാനം വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെയാണ്. നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളാണ്. സാധിക്കുന്ന എല്ലാ മക്കളും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക, പങ്കെടുക്കാൻ അനേകരെ പ്രേരിപ്പിക്കുക. കാരണം ധ്യാന കേന്ദ്രത്തിന് പ്രാർത്ഥിക്കുക. അച്ഛനു വേണ്ടി പ്രത്യേകം
പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ വലിയ അനുഗ്രഹം, കൃപ ഈ ധ്യാനത്തിലും നമ്മുടെ അനുദിന ശുശ്രൂഷയിലും രണ്ടാഴ്ച കൺവെൻഷനിലും ദീപികാരുടെ യാത്രകളിലൊക്കെ നിറയപ്പെടാൻ എല്ലാവരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ്. വരിക, പങ്കെടുക്കുക, സഹായിക്കുക, ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.